to my YouTube channel. Please like and subscribe. ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ. നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും നമ്മുടെ രാത്രിയിലേക്കുള്ള കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ നമ്മുടെ മസാല ഷവായിൻ്റെയും റെസിപ്പി ഞാനൊരു വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പം വൈകിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിയും പിന്നെ നമ്മുടെ മസാല ഷവായ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറി കട്ടിന് വേണ്ടിയിട്ടാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഫുൾ ചിക്കൻ മേടിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെ പിന്നെ വേറെ കറീൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഒരു മസാല ഷവായ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഐസായും കൂടി ആട്ടോ ഇങ്ങനെ ഇൻട്രോ പറയണം എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് തന്നെ അവരിങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി അവർ ഉറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ അവരെന്തെങ്കിലും കളിക്കാനായിട്ട് അപ്പുറത്ത് പോകുന്ന സമയത്തും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫോൺ കണ്ടതിന് ശേഷം ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും ഹലോ ഗൈസ് ഐ എം ഡൂയിങ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇൻട്രോ കൊടുത്തിട്ടാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഐസായാണെങ്കിലും രാവിലെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ ഇങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ പോയി നിന്നിട്ട് ഹായ് ഗേസ് ഐ എം ഗോയിങ് ടു ബ്രഷ് മൈ ടീത്ത് ടുഡേ ഐ എം ഗോയിങ് ടു ഈറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളിങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ടൊക്കെ ആട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോണൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ ഓരോന്ന് പഠിച്ച് എടുക്കുന്നതാട്ടോ. അപ്പോൾ അവരിപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് രണ്ടാളും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പെട്ടെന്ന് ഡിന്നർ ഒന്നാക്കിയിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ഷവായി ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ആട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ടല്ലോ അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലേൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ളിങ്ങനെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും അതിൽ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുവാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഞാൻ ഒരു 3-4 സോക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം പിന്നെ മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ പൊതുവേ എരിവ് കുറച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും ഇവിടെ ഭയങ്കര കളിയാണ്. ഇപ്പോൾ കുറേ ഈ ഒരു ടെഡി ബെയറൊക്കെ എടുത്ത് വെച്ചിട്ട് രണ്ടാളും ഭയങ്കര കളിയൊക്കെ ആട്ടോ. അപ്പം അപ്പോഴത്തെ ഇൽഹാനിപ്പം ചുമയായതുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇൽഹാൻ വരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കളിയാട്ടോ ഇവിടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വന്ന് നോക്കിയതാണ്. അങ്ങനെ ഇതേ എല്ലാം നമ്മുടെ ഷവായിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷവായി എന്ന് പറയാൻ ഇത് ഫുൾ ചിക്കൻ അല്ല കേട്ടോ. ഇത് ഞാൻ കറി കട്ടിന് വേണ്ടി വാങ്ങിയതിന് ആ ഒരു മസാല ഷവായൻ്റെ ആ ഒരു രീതിയിലാക്കിയിട്ട് എടുക്കുവാണേ. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഞാനൊന്ന് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക
ചപ്പാത്തീൻ്റെ മാവ് കുഴച്ച് വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതിന് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് ദൈപ്പം നല്ലപോലെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, നിങ്ങൾ ഫുൾ ചിക്കനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിലിങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, നിങ്ങൾക്ക് എത്രത്തോളം എരിവാണോ വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പെരിഞ്ചീരകം പൊടിച്ചതും ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താ പറയുക, എൻ്റെ കയ്യിൽ തന്തൂരീൻ്റെ മസാല ഉണ്ടായിരുന്നു, തന്തൂരി ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ മസാല ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് അതും കൂടെ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ. അതേ തന്തൂരി മസാല കേട്ടോ ഇത്, അത് ചേർത്തുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം മാക്സിമം നമുക്ക് ടൈം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം വെച്ചിരിക്കാം. കൂടുതൽ നേരം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കൻ ഫ്രൈ ആക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു ചപ്പാത്തീൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തെങ്കിലും കറിയും കൂടി ആക്കണ്ടേ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ അതവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി സാധാരണ അങ്ങനെ ഉണ്ടാക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സംഭവം സോഫ്റ്റ് ആവില്ല. എത്ര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ പറയുക, ഇത് ഒന്നാമത് റൗണ്ട് ഷേപ്പ് ആവില്ല. ഇങ്ങനെ ഇന്ത്യൻ്റെ മറ്റേ ഭൂപടം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിനായിരിക്കും വരുന്നത്. പിന്നെ എന്നാലും കുഴപ്പമില്ല, ഷേപ്പ് ഒന്നും വേണ്ട, നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ എന്താ പറയുക, ഞാനിങ്ങനെ ചുട്ട് വരുമ്പോഴുണ്ടല്ലോ ഇത് ഒരുമാതിരി പപ്പടം പോലെ ആയിപ്പോവും, കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ ചപ്പാത്തീൻ്റെ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് ചപ്പാത്തി വാങ്ങുന്നതാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്, എനിക്ക് പാക്കറ്റ് ചപ്പാത്തി അത്ര ഇഷ്ടമില്ല. അതിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്കത്ര നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചപ്പാത്തീൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാത്ത പോലെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ പിന്നെ ഞാൻ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് രാത്രി ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഒരുവിധമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് 100% പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. മറ്റതിനെക്കാട്ടിലും ഭേദമുണ്ട്. മറ്റത് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ എടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെ കഴിക്കും എന്നുള്ളൊരിതാണ്. പിന്നെ ഇക്കായും മക്കളും അത്യാവശ്യം സപ്പോർട്ട് ചെയ്ത് പോയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറേ ദിവസം കൊണ്ട് ചപ്പാത്തി തന്നെ ഉണ്ടാക്കുവാണ്. അങ്ങനെയാണ് എന്ത് കാര്യവും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതിപ്പം ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, നമ്മുടെ ലൈഫിലെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല. പകരം നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, നമുക്ക് വളരെയധികം അതിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് സാധിക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ ഞാനൊന്ന് കുക്കറിലാട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ 2 വിസിലേൽപ്പിക്കും കേട്ടോ. കേൾപ്പിച്ച് വിസിലൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം, അതുവരെയുള്ള പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴപ്പോഴും കഴുകി വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജോലി കഴിയുമ്പോൾ ഒരു കുന്ന് പാത്രം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ മാവൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവാനായിട്ട് നമ്മുടെ ഈ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഈ മാവിനെ നന്നായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും കേട്ടോ. മാവ് എത്രത്തോളം സോഫ്റ്റ് ആകുന്നു അതിനനുസരിച്ച് നമ്മുടെ ചപ്പാത്തിയും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഈ ചപ്പാത്തിനെ കുറിച്ച് അത്രയ്ക്ക് ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞു തരാൻ അത്രയ്ക്ക് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടില്ല ഞാൻ. പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് പരത്തി എടുക്കുവാണ്.
അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ടാകോ ഇല്ലയോ, ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കുവാണല്ലോ അപ്പോൾ എല്ലാവരും കാണുമല്ലേ റൗണ്ടാകോ ഇല്ലയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കി ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, അപ്പോൾ തീരെ മോശമാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ എന്തായാലും വീഡിയോ എടുക്കാം എന്നുള്ള ഒരു ഇതിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് പരത്തി എടുക്കുക കേട്ടോ. അങ്ങനെ ദേ പടച്ചവും കാത്തു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ളൊരു ചപ്പാത്തി ആയി വന്നിട്ടുണ്ട് കേട്ടോ. മോശമില്ല, ഞാൻ മുന്നേ ഉണ്ടാക്കുന്ന ചപ്പാത്തി വെച്ച് നോക്കുമ്പോഴത്തേക്കും എത്രയോ പെർഫെക്റ്റ് ആട്ടോ. അപ്പോൾ ഇനിയിപ്പം അടുത്തത് പരത്തി എടുക്കുകയാണ്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ പരത്തി വെച്ചതിന് ശേഷം കേട്ടോ ചുട്ടിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പം എന്തായാലും എല്ലാം ചപ്പാത്തിയും ഒന്ന് പരത്തിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ 2 വിസിലൊക്കെ കേട്ട് വിസിലൊക്കെ പോയി ഇരിപ്പുണ്ടേ. ഇനിയിപ്പോൾ അതിനെ നമുക്കൊന്നുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഓവർ ഫ്രൈ ആക്കുകയല്ല, ഇത് ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് 2 സൈഡും ഒന്നിങ്ങനെ മുരിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ. ഓവറായിട്ട് നമുക്ക് കുക്കാക്കുകയൊന്നും വേണ്ട, ക്ലോസ് ചെയ്ത് വെക്കുകയും വേണ്ട. ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടിയ ചിക്കൻ തന്നെയാണ്. 2 സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ മുരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ ഞാൻ ചിക്കൻ ഒന്നെടുത്ത് മാറ്റുന്നുണ്ടേ. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു പാൻ ഉണ്ടല്ലോ, ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ ആ ഒരു കുക്കറിൽ ബാക്കി ചിക്കൻ വെന്ത് വന്ന ആ ഒരു വെള്ളവും ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ആ നെയ്യും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുറുക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ എന്താ പറയുക മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഈ ഒരു വെള്ളം എന്നല്ല, ഒരു ചിക്കൻ വെന്ത ആ ഒരു ഇതുണ്ടല്ലോ അതിൽ ഉണ്ടാകും. അപ്പം അതിൽ നമ്മൾ വീണ്ടും ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറുക്കിയിട്ടെടുക്കണേ. അപ്പം എന്നാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സമയത്ത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചപ്പാത്തിയും കൂടി ഒന്നിട്ട് ചുട്ടെടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബബിൾസൊക്കെ വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ. ഇപ്പം നമുക്ക് ചപ്പാത്തി കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മമ്മി ഉണ്ടാക്കും, മിക്കാരം എവിടെയാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കും, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ എന്താ ഉണ്ടാക്കി അങ്ങോട്ട് പഠിച്ചു, അത്ര തന്നെ. ഇനിയിപ്പം ഇതേ ആ ഒരു ഇത് കുറുകി വന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തിയും കൂടി ചുട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ 2 പേരും അവിടെ കളി തന്നെയാണ്. അപ്പം ഇനിയിപ്പം ഇക്ക വരാറായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും ഈ ഒരു ചിക്കൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും നമ്മുടെ ചിക്കൻ ഷവായി എന്ന് പറയാൻ, ഫുൾ ചിക്കനാണല്ലോ നമ്മൾ ഷവായി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഷവായി ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ചിക്കൻ. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ റെഡിയായി. ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് എന്താ, പാത്രം കഴുകൽ തന്നെയല്ലേ.
അപ്പോൾ ഇനി പാത്രങ്ങൾ ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. അധികം പാത്രങ്ങളൊന്നുമില്ല, നമ്മൾ ചപ്പാത്തി ചുട്ട പാത്രവും പിന്നെ ആ ഒരു നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വെച്ചിരുന്നതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് കഴിച്ചത് പാത്രങ്ങൾ മാത്രം കഴുകി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ പാത്രങ്ങൾ ചിലർ കഴുകാതെ കിടക്കുമല്ലോ, അങ്ങനെ ഇങ്ങനെ സിങ്കിൽ പാത്രം കൂട്ടിയിട്ടിട്ട് കിടക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ കുറച്ച് പാത്രമാണെങ്കിലും അതപ്പം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എണീക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാളെ കഴുകാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആകെ ടെൻഷനായിരിക്കും, ഇനി ഇത്രയും ജോലി നമുക്ക് ചെയ്യേണ്ടല്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു പോസിറ്റീവായിട്ട് ഒരു ഫ്രഷ് ഡേ ആയിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു സിങ്കും ആ ഒരു ഏരിയയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ രാത്രി എത്ര ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലും കിച്ചൺ ഇതുപോലെ വൃത്തിയാക്കി നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന് ആകെ എന്താ പറയുക ഒരു ബർക്കത്ത് കിട്ടാനും ഒരു ഐശ്വര്യം കിട്ടാനും ഒക്കെ നല്ലതാട്ടോ. നമ്മുടെ കിച്ചണും നമ്മുടെ വീടും എപ്പോഴും വൃത്തിയാക്കി ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കിച്ചണിലെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചിടുമ്പോൾ തന്നെ ഫുള്ള് കിച്ചണും നല്ല നീറ്റായിട്ട് എപ്പോഴും കിടക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും കഴിച്ച് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴങ്ങ് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടി കിടക്കില്ല. നമുക്ക് ആകെ ഒരു എന്താ പറയുക ഫുള്ള് ഒരു വർക്ക് പ്രഷർ പോലെ നമുക്ക് തോന്നുകയില്ല. അപ്പോഴപ്പോഴും ക്ലീൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള വഴറ്റുമ്പോഴും അതിൻ്റെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമല്ലോ, അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പും പിന്നെ ആ ഒരു നമ്മൾ കഴുകിയപ്പോഴത്തെറിച്ച വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ പാത്രം കഴുകിയ ആ ഒരു ഏരിയയും ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ. ഞാൻ കടല ഉണ്ടല്ലോ, കടല മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഒരു പാത്രത്തിലിരിക്കുന്നത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കടല ആയതുകൊണ്ട് പതുക്കെയല്ലേ മുളച്ച് വരത്തുള്ളൂ, അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളൊന്ന് അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ താഴെ വന്ന് വീഴും. ഇങ്ങനെ ഉള്ളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടൊക്കെ ഒന്ന് താഴെ വീഴും. പിന്നെ മക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർ ഓരോന്നൊക്കെ എടുത്ത് താഴെയൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി ഫുള്ളൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക പാറ്റയൊക്കെ കയറുന്നതും പിന്നെ അതുപോലെയുള്ള പ്രാണികളും ഒക്കെ വരുന്നതൊക്കെ നമുക്ക് ഒരു രീതിയിൽ ഒരു പരിധി വരെ നമുക്കൊന്ന് തടയാനായിട്ട് പറ്റും കേട്ടോ, എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ളൊന്ന് അടിച്ച് വരുക കേട്ടോ. അപ്പോൾ ഹാളിലും ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുന്നേ എല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് പിന്നെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ രാവിലെ ആകെ പണിയായിരിക്കും. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക നമ്മളെ മൈൻഡ് ആകെ ഒരു നെഗറ്റീവ് അടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇക്കായും മക്കളും കൂടി അവിടെ ഇരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ഫുള്ളൊന്ന് തുടച്ചും കൂടെ ഇടണം കേട്ടോ. കിച്ചണിലാവുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചവിട്ടി, ഇവിടെ ബാൽക്കണിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ ചിലപ്പം പൊടി ഉണ്ടാകും. അത് പൊടി ചവിട്ടിയിട്ട് മക്കളാണെങ്കിലും പൊടി ചവിട്ടിയിട്ട് ഇങ്ങകത്ത് കയറുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടിയൊക്കെ തട്ടിയിട്ട് ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണൊക്കെ. അപ്പം ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. ഇനി എന്താ പറയുക നമ്മൾ ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി എടുത്ത് ഒന്ന് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് വെക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പം നമ്മൾ പോയി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിച്ചൺ ഇനിയിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.